ENC അച്ചീവ്മെന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇയർ മാനേജ്മെന്റ് ആണ്. ഫസ്റ്റ് ഇയർ മാനേജ്മെന്റ് നമ്മൾ 3 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, 4ാമത്തെ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ 4ാമത്തെ ചാപ്റ്റർ തുടങ്ങാൻ പോവുകയാണ്. എന്താണ് ചാപ്റ്ററിന്റെ പേരെന്ന് വെച്ചാൽ റീസെന്റ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെന്റ്. മാനേജ്മെന്റ് 4th ചാപ്റ്റർ റീസെന്റ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെന്റ്. അതിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് സ്ട്രാറ്റജി. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ തന്ത്രം അല്ലെങ്കിൽ തന്ത്ര വൈദഗ്ധ്യം. എന്താണ് ഈ സ്ട്രാറ്റജി? നമുക്ക് എപ്പോഴും ഡെയിലി നമ്മൾ കേൾക്കാറുണ്ട് സ്ട്രാറ്റജി തയ്യാറാക്കുക എന്നൊക്കെ, തന്ത്രം മെനയുക. എന്താണ് നമുക്ക് സ്ട്രാറ്റജി എന്ന് ഞാനൊരു ഉദാഹരണം പറഞ്ഞേക്കാം. നമ്മളിപ്പോ IPL കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ, നമ്മളൊരു സ്റ്റേഡിയത്തിൽ ഇരിക്കുകയാണ്, IPL കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ലാസ്റ്റ് ഓവർ എത്തി. ഓക്കെ, നമുക്കിനി കളിയുടെ ലാസ്റ്റ് ഓവർ എത്തി. വിജയിക്കാൻ വേണ്ടിയിട്ട് ബാറ്റ് ചെയ്യുന്നവർക്ക് 12 റൺസ് വേണം. ലാസ്റ്റ് ഓവറിൽ 12 റൺസ് അവർക്ക് എടുക്കണം. അപ്പൊ ലാസ്റ്റ് ഓവർ എല്ലാം തയ്യാറായി, ബൗളറൊക്കെ റെഡിയായി നിൽക്കുകയാണ്, ബൗളിംഗ് ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. പക്ഷെ ബൗളറിന്റെ അടുത്ത് പോയി ക്യാപ്റ്റൻ പറയുകയാണ്, എന്തൊക്കെയോ അവർ പതുക്കെ പറയുന്നുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ പല ആക്ഷനിലൂടെയൊക്കെ ഫീൽഡിംഗ് ശരിയായി നിർത്തുന്നുണ്ട്. ആ പരസ്പരം അവർ പറഞ്ഞത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ബൗളിംഗ് ചെയ്തു കഴിഞ്ഞാൽ പരമാവധി റൺ അടിക്കാൻ ബാറ്റ്സ്മാനെ കൊണ്ടാകരുത്. എങ്ങനെ നമുക്ക് റൺസിന്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും? കാരണം 12 റൺസ് എടുത്താൽ മാത്രമേ മറ്റേ ടീമിന് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ആ എതിരാളി ജയിക്കരുത്, എതിരാളിയെ തോൽപ്പിക്കുക, ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ 12 റൺസ് അവർ അടിക്കാതിരിക്കാൻ വേണ്ടിയും ബൗളറിന്റെ അടുത്തും ബാക്കിയുള്ള ഫീൽഡേഴ്സിന്റെ അടുത്തും പറയുകയാണ് എന്തൊക്കെ ചെയ്യണമെന്ന്. അവരെ കുറെ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്, അത് നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് പറയാൻ പറ്റും അവർ മെനയുന്നത് എന്താണ്? സ്ട്രാറ്റജിയാണ്. എങ്ങനെ നമുക്ക് നമ്മുടെ ഒപ്പോണന്റ് ടീമിനെ അല്ലെങ്കിൽ നമ്മുടെ റൈവൽസിനെ എങ്ങനെ നമുക്ക് തോൽപ്പിക്കാനായിട്ട് സാധിക്കും. ഇത് തന്നെയാണ് സ്ട്രാറ്റജി. പ്രധാനമായിട്ടും ഈ സ്ട്രാറ്റജി എന്ന കൺസെപ്റ്റ് എവിടെയാണ് ആദ്യമായി നടപ്പിലാക്കിയത്? സ്ട്രാറ്റജി എന്ന കൺസെപ്റ്റ് ഉണ്ടായത് തന്നെ മിലിറ്ററിയിലാണ്, ആർമിയിലാണ്. ആർമി ശത്രുക്കൾ, നമ്മുടെ യുദ്ധകളത്തിൽ ശത്രുവിനെ എങ്ങനെ നമുക്ക് തോൽപ്പിക്കാം, ഓക്കെ, ആ ശത്രുവിനെതിരെ നമുക്ക് എങ്ങനെ വിജയിക്കാനായിട്ട് സാധിക്കും, അതിനുവേണ്ടി കൃത്യമായി മിലിറ്ററിയിലെ ജനറൽ എന്ത് ചെയ്യുന്നുണ്ട്? തയ്യാറാക്കുന്നുണ്ട്. ശരിയായ പ്ലാനിങ് തയ്യാറാക്കുന്നുണ്ട്, ശരിയായ സ്ട്രാറ്റജീസ് തയ്യാറാക്കുന്നുണ്ട്. പിന്നീട് കാലങ്ങളിൽ ഈ സ്ട്രാറ്റജി എന്ന വാക്ക് ബിസിനസ് സ്ഥാപനങ്ങളും മാനേജ്മെന്റും എല്ലാ ഫീൽഡിലും ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ രണ്ടിന്റെ ഉദ്ദേശം തന്നെ, അതും ബിസിനസ് സ്ട്രാറ്റജി ആയിരുന്നാലും മിലിറ്ററി സ്ട്രാറ്റജി ആയാലും ദ കീ ഓർ കോമൺ ഒബ്ജക്റ്റീവ്, അത് ബിസിനസ് സ്ട്രാറ്റജി ആണെങ്കിലും മിലിറ്ററി സ്ട്രാറ്റജി ആണെങ്കിലും സെയിം ആണ്. എന്താണ് രണ്ടുപേരുടെ ലക്ഷ്യം? എന്താണ്? നമ്മുടെ എതിരാളികൾക്കെതിരെ നമുക്ക് വിജയം നേടണം, അല്ലെങ്കിൽ നമ്മുടെ എതിരാളിയെ തോൽപ്പിക്കുക. എതിരാളിയെ തോൽപ്പിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം ലാഭം നേടണം, വിജയം നേടണം, ഓക്കെ, എന്നത് തന്നെയാണ് ഈ സ്ട്രാറ്റജിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും ഓരോ ബിസിനസ് സ്ഥാപനത്തിന്റെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ബിസിനസ് സ്ഥാപനത്തിന്റെ ചുറ്റുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ബിസിനസ് സ്ഥാപനത്തിന്റെ ടെക്നോളജി മാറുന്നുണ്ട്, എൻവയോൺമെന്റിലെ തന്നെ ടെക്നോളജി മാറുന്നുണ്ട്, കോമ്പറ്റീഷന്റെ അളവ് മാറുന്നുണ്ട്, കസ്റ്റമേഴ്സിന്റെ ട്രെൻഡ്സും ടെൻഡൻസീസും ഒക്കെ മാറുന്നുണ്ട്, ദെൻ ഇന്നോവേറ്റീവ് ഐഡിയാസ് വരുന്നുണ്ട്. ടെക്നോളജിക്കൽ എല്ലാ രീതിയിലും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ മാറ്റങ്ങൾക്കനുസരിച്ചുകൊണ്ട് ബിസിനസിന്റെ ചുറ്റുപാട് മാറുന്നതിനനുസരിച്ച് കൊണ്ട് തന്നെ ബിസിനസ് സ്ഥാപനത്തിന് പിടിച്ചു നിൽക്കാനും ബിസിനസ് സ്ഥാപനത്തിലെ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനും മാക്സിമം ലാഭം നേടിയെടുക്കാൻ വേണ്ടിയും ഓരോ ബിസിനസ് സ്ഥാപനവും അവരുടേതായ രീതിയിൽ സ്ട്രാറ്റജീസ് തയ്യാറാക്കാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. സ്ട്രാറ്റജി കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് സ്ട്രാറ്റഗോസ്. ഓക്കെ, സ്ട്രാറ്റജി വന്നത് ഏതാണ്? ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് സ്ട്രാറ്റജി വന്നത്. ഏതാണ്? സ്ട്രാറ്റഗോസ്. സ്ട്രാറ്റഗോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് സ്ട്രാറ്റജി വന്നത്. സ്ട്രാറ്റഗോസിന്റെ മീൻസ് മിലിറ്ററി ജനറൽ. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സ്ട്രാറ്റജി എന്ന കൺസെപ്റ്റ്, ആ ആശയം പ്രധാനമായിട്ടും ആരംഭിച്ചതും നടപ്പിലാക്കിയതും എല്ലാം എവിടെയായിരുന്നു? മിലിറ്ററിയിലാണ്, സൈന്യ വിഭാഗത്തിലാണ്. എങ്ങനെ നമ്മൾ യുദ്ധത്തിൽ സജ്ജരായിരിക്കണം, എങ്ങനെ നമുക്ക് നമ്മുടെ എതിരാളികളെ തോൽപ്പിക്കാൻ സാധിക്കണം, എങ്ങനെ നമുക്ക് വിജയം നേടാനായിട്ട് സാധിക്കണം, അതിനുവേണ്ടി അവർ കുറെ പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്യും, അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താനായിട്ട് സാധിക്കുന്നു. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും അത് തന്നെയാണ് ചെയ്യുന്നത്. അവരുടെ കോമ്പറ്റീറ്ററിനെ തോൽപ്പിക്കുകയും മാക്സിമം ലാഭം ഉണ്ടാക്കാൻ നോക്കുകയും കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതും ഇങ്ങനെയാണ് പലതരം സെറ്റ് ഓഫ് ഡിസിഷൻസ്, ദാറ്റ് ഈസ് സ്ട്രാറ്റജീസിലൂടെയാണ്.
എന്താണ് സ്ട്രാറ്റജിയുടെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. സ്ട്രാറ്റജി ഈസ് ആൻ ഇന്റഗ്രേറ്റഡ് ആൻഡ് കോർഡിനേറ്റഡ് സെറ്റ് ഓഫ് കമ്മിറ്റ്മെന്റ് ആൻഡ് ആക്ഷൻസ് ഡിസൈൻഡ് ടു എക്സ്പ്ലോയിറ്റ് കോർ കോംപിറ്റൻസീസ് ആൻഡ് ഗെയിൻ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. എന്താണ് എ സെറ്റ് ഓഫ് ഇന്റഗ്രേറ്റഡ് ആൻഡ് കോർഡിനേറ്റഡ് ആക്ഷൻസ്? എന്താണ് പരസ്പരം റിലേറ്റഡ് ആയിട്ടുള്ള, പരസ്പരം ഏകോപിപ്പിക്കപ്പെട്ട ഒരു കൂട്ടം പ്രവർത്തനങ്ങളാകാം. എന്തിനു വേണ്ടി ഈ ഫോർമുലേറ്റ് ചെയ്ത് ഈ ഒരു കൂട്ടം പ്രവർത്തനങ്ങൾ എന്തിനു വേണ്ടി അവർ തയ്യാറാക്കി? ടു എക്സ്പ്ലോയിറ്റ് കോർ കോംപിറ്റൻസീസ്. ബിസിനസ് സ്ഥാപനത്തിന്റെ മെയിൻ പോസിറ്റീവ് ആയിട്ടുള്ള ഘടകങ്ങളെ പരമാവധി ചൂഷണം ചെയ്യുക. ആൻഡ് ഗെയിൻ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. എതിരാളികളുടെ മേൽ നമുക്ക് വിജയം വരിക്കാനായിട്ട് സാധിക്കാം. ബിസിനസ് സ്ഥാപനത്തിന് പോസിറ്റീവായിട്ട്, ബിസിനസ് സ്ഥാപനത്തിന് ബലം നൽകുന്ന, ശക്തി നൽകുന്ന, കുറെ സ്ട്രെങ്ത് നൽകുന്ന പോസിറ്റീവ് ഘടകങ്ങളുണ്ട്. ആ പോസിറ്റീവ് ഘടകങ്ങൾ നമ്മൾ കോർ കോമ്പീറ്റൻസി എന്ന് പറയുന്നു. അത് ബിസിനസ് സ്ഥാപനത്തിന്റെ എഫിഷ്യൻസി, മാനേജ്മെന്റ് എഫിഷ്യൻസി ആകാം, ദെൻ നല്ല കഴിവുള്ള ഹ്യൂമൻ റിസോഴ്സസ് ആകാം, ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആകാം, ഒരു കൂട്ടം കസ്റ്റമേഴ്സ് ആകാം. ഇതെല്ലാം തന്നെ ഓരോ ബിസിനസ് സ്ഥാപനത്തിന്റെ കോർ കോമ്പീറ്റൻസീസ് ആണ്. ആ കോർ കോമ്പീറ്റൻസിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക, പരമാവധി എക്സ്പ്ലോയിറ്റ് ചെയ്യുക. ആൻഡ് ഗെയിൻ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. അതിലൂടെ നമുക്ക് നമ്മുടെ എതിരാളികളുടെ മേൽ നമുക്ക് വിജയം നേടാനായിട്ട് സാധിക്കും. അങ്ങനെ എങ്ങനെ നമുക്ക് കോർ കോമ്പീറ്റൻസീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിക്കും? എങ്ങനെ നമുക്ക് എതിരാളികളുടെ മേൽ വിജയം നേടാൻ സാധിക്കും? അല്ലെങ്കിൽ ശത്രുക്കളെ നമുക്ക് എങ്ങനെ തോൽപ്പിക്കാൻ സാധിക്കും എന്ന് തീരുമാനിക്കുന്ന ഒരു കൂട്ടം ഇന്റഗ്രേറ്റഡ് ആൻഡ് കോർഡിനേറ്റഡ് ആക്ഷൻസ് അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റിനെ പറഞ്ഞ പേരാണ് സ്ട്രാറ്റജി. നമുക്ക് പറയാം സ്ട്രാറ്റജി എന്നത് ലോങ് ടേം ഗോൾ ആണ്. നമുക്ക് അതിന്റെ അതിന്റെ റിസൾട്ട് നമുക്ക് ഉടനെ തന്നെ കിട്ടണമെന്നില്ല. നമ്മളിപ്പോ ഇന്നൊരു തന്ത്രം നടപ്പിലാക്കി അതിന്റെ റിസൾട്ട് നാളെ മറ്റന്നാൾ നമുക്ക് കിട്ടത്തില്ല. അത് കുറെ കാലത്തിന് ശേഷം മാത്രമേ ബിസിനസ് സ്ഥാപനത്തിന്റെ ആ തന്ത്രത്തിലൂടെ ഉണ്ടാകുന്ന എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. സ്ട്രാറ്റജി ഈസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ബേസിക് ലോങ് ടേം ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് an organization and the adoption of the course of action and the allocation of resources necessary for carrying out these goals. ബിസിനസ് സ്ഥാപനത്തിന്റെ ലോങ് ടേം ഗോൾസ് എന്താണ്? ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി കോൺക്രീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുക മാത്രമല്ല, ആ ലക്ഷ്യം നേടാൻ നമ്മൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, കോഴ്സ് ഓഫ് ആക്ഷൻ എങ്ങനെയാണ്, ആ ആക്ഷൻ നമ്മൾ എങ്ങനെ അഡോപ്റ്റ് ചെയ്യണം, ദെൻ ബിസിനസ് സ്ഥാപനത്തിലെ റിസോഴ്സ് നമ്മൾ എങ്ങനെയൊക്കെ അലോക്കേറ്റ് ചെയ്യണം, എന്തിനു വേണ്ടി? ഈ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് വീണ്ടും മാറ്റി പറയാം, സ്ട്രാറ്റജി ഈസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ബേസിക് ലോങ് ടേം ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് an ഓർഗനൈസേഷൻ. എന്തിനു വേണ്ടി? ആൻഡ് നമുക്ക് എങ്ങനെയെങ്കിലും ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കണം. എങ്ങനെയൊക്കെ നമുക്ക് നേടാൻ സാധിക്കും? ദ അഡോപ്ഷൻ ഓഫ് കോഴ്സ് ഓഫ് ആക്ഷൻ, കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ. ആൻഡ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, സ്ഥാപനത്തിന്റെ വിഭവങ്ങൾ, അത് ഹ്യൂമൻ റിസോഴ്സസ് ആകാം, ഫിനാൻഷ്യൽ റിസോഴ്സസ് ആകാം, ഫിസിക്കൽ റിസോഴ്സസ് ആകാം, അവയെല്ലാം കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്ത് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെ ലക്ഷ്യം നമ്മൾ നേടിയെടുക്കുക. ദാറ്റ് ഈസ് ഓൾസോ ദ സ്ട്രാറ്റജി ഓഫ് എ ബിസിനസ്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ആൻഡ് കോർഡിനേറ്റഡ് സെറ്റ് ഓഫ് ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ്. പരസ്പരം റിലേറ്റഡ് ആയിട്ടുള്ള, പരസ്പരം ഏകോപിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം തീരുമാനങ്ങളാകാം, പ്രവർത്തനങ്ങളാകാം. എന്തിനു വേണ്ടി? ബിസിനസ് സ്ഥാപനത്തിന്റെ കോർ കോമ്പീറ്റൻസീസിനെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എതിരാളികളുടെ മേൽ വിജയം നേടാനുള്ള, എങ്ങനെ നമുക്ക് നേടാനായിട്ട് സാധിക്കുമെന്ന് തീരുമാനിക്കുന്ന സെറ്റ് ഓഫ് ആക്ഷൻസ് ആണ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സ്ട്രാറ്റജി. എന്താണ് ഈ തന്ത്രങ്ങളുടെ പ്രത്യേകത? ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രാറ്റജി മീൻസ് തന്ത്രം അല്ലെങ്കിൽ തന്ത്ര വൈദഗ്ധ്യം എന്ന് പറയുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ ശത്രുവിനെ തോൽപ്പിക്കുക, നമ്മുടെ എതിരാളികൾ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ചുറ്റുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ബിസിനസ് സ്ഥാപനത്തിന്റെ എൻവയോൺമെന്റ് ഡൈനാമിക് ആണ്, എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, ഇന്നോവേറ്റീവ് ഐഡിയാസ് വരുന്നുണ്ട്, പുതിയ പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ നമ്മുടെ കോമ്പറ്റീഷന്റെ അളവ് കൂടുന്നുണ്ട്, കസ്റ്റമറിന്റെ ട്രെൻഡ്സും ടെൻഡൻസീസും മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴേക്കും ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴേക്കും ഓരോ മാറ്റത്തിനനുസരിച്ച് ബിസിനസ് സ്ഥാപനത്തിന് ഒരുക്കണമെങ്കിൽ, സജ്ജമാക്കി എടുക്കണമെങ്കിൽ അവിടെ ശരിയായ സ്ട്രാറ്റജീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം, ഫോർമുലേറ്റ് ചെയ്യണം, അവയെ നമ്മൾ കൃത്യമായി നടപ്പിലാക്കുകയും വേണം. സോ നമുക്ക് നോക്കാം എന്താണ് ഈ തന്ത്രങ്ങൾ അല്ലെങ്കിൽ സ്ട്രാറ്റജീസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ഓക്കെ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സ്ട്രാറ്റജി? എപ്പോഴും നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്ട്രാറ്റജീസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന്. നമുക്ക് നോക്കാം. ഒന്നാമത്തത്, സ്ട്രാറ്റജി ഈസ് ജനറലി ലോങ് ടേം ഇൻ നേച്ചർ. നമ്മളൊരു തന്ത്രം മെനഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? അതൊരു ലോങ് ടേം ആണ്, അതിന്റെ സ്വഭാവം ദീർഘകാലം നിലനിൽക്കുന്ന ഒരു തന്ത്രമായിരിക്കും. ദാറ്റ് ഈസ് വൈ നമുക്ക് പറയാം സ്ട്രാറ്റജി ഈസ് എ ലോങ് ടേം ഇൻ നേച്ചർ. ദീർഘകാലം
നിലനിൽക്കുന്ന ഒരു സ്വഭാവമാണ് സ്ട്രാറ്റജീസിൻ്റെത്. ലോങ് ടേം ഇൻ നേച്ചർ. ദെൻ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ദ എഫക്റ്റീവ്നെസ് ഓഫ് എ സ്ട്രാറ്റജി കനോട്ട് ബി നോൺ ഇൻ നിയർ ഫ്യൂച്ചർ. എന്താ പറയണത്? നമ്മളൊരു സ്ട്രാറ്റജി നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നമുക്ക് ഉടനെ തന്നെ അടുത്ത കാലത്തിന് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അതിന്റെ ഫലം എന്താണ്? ഫോർ എക്സാമ്പിൾ, നമ്മുടെ എതിരാളി വിൽക്കുന്ന ഉൽപ്പന്നത്തിനേക്കാളും ഒരേ ഉൽപ്പന്നമാണ് എ എന്ന ബിസിനസ് സ്ഥാപനം ബി എന്ന ബിസിനസ് സ്ഥാപനം വിൽപ്പന നടത്തുന്നത്. അപ്പൊ എ എന്ന ബിസിനസ് സ്ഥാപനത്തിനേക്കാളും ബി എന്ന ബിസിനസ് സ്ഥാപനം അവർക്കെതിരെ അവരുടെ ഉൽപ്പന്നത്തിന്റെ ചെറിയൊരു വില കുറച്ച് വിൽപ്പന നടത്തുകയാണെങ്കിൽ, കാരണം കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഉൽപ്പന്നത്തിന്റെ വില കുറച്ചു, ആരിനേക്കാളും എ എന്ന ബിസിനസ് സ്ഥാപനം വിൽക്കുന്നതിനേക്കാളും വിലയിൽ അല്പം മാറ്റി അല്ലെങ്കിൽ വില അല്പം കുറച്ച് വിറ്റ് കഴിഞ്ഞാൽ ആ സ്ട്രാറ്റജി അവർ നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റീവ്നെസ്, അതിന്റെ ഫലപ്രാപ്തി അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് നമുക്ക് ഉടനെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തപ്പോഴേക്കും സ്ഥാപനത്തിന് നേട്ടമുണ്ടായോ അതല്ല എങ്കിൽ ആ സ്ഥാപനത്തിന് അത് കോട്ടമായോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ നമുക്ക് പറയാം ദ എഫക്റ്റീവ്നെസ് ഓഫ് എ സ്ട്രാറ്റജി കനോട്ട് ബി നോൺ ഇൻ നിയർ ഫ്യൂച്ചർ. ഓക്കെ, എന്താണ് ദ എഫക്റ്റീവ്നെസ്? ദ റിസൾട്ട് ഓഫ് എ സ്ട്രാറ്റജി, the result of a strategy cannot be known in near future. അടുത്ത കാലത്ത് നമുക്ക് അതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, ദെൻ മൂന്നാമത്തേത് ഇറ്റ് ഈസ് ആൻ ആക്ഷൻ പ്ലാൻ. പ്രവർത്തനത്തിൽ എത്തിക്കേണ്ട ഒരു പദ്ധതിയാണ് എന്താണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സ്ട്രാറ്റജി ഈസ് ആൻ ആക്ഷൻ പ്ലാൻ ആൻഡ് മോർ സ്പെസിഫിക് ദാൻ ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യങ്ങളെ വിവരിക്കുന്നതിനേക്കാളും കൂടുതൽ സ്പെസിഫിക് ആയിട്ട് ക്ലിയർ ആയിട്ടാണ് ഈ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്ട്രാറ്റജി ഈസ് ആൻ ആക്ഷൻ പ്ലാൻ. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആക്ഷൻ പ്ലാൻ. It is an action plan and also എന്താ പറയണത്? ഇറ്റ് ഈസ് മോർ സ്പെസിഫിക്. ഓക്കെ, കൂടുതൽ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. മോർ സ്പെസിഫിക് ദാൻ ഒബ്ജക്റ്റീവ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ മൂന്നാമത്തെ ഫീച്ചർ, ഒന്നാമത്തേത് സ്ട്രാറ്റജീസ് ആർ ലോങ് ടേം ഇൻ നേച്ചർ. രണ്ടാമത്തേത് ദ റിസൾട്ട് അല്ലെങ്കിൽ ദ എഫക്റ്റീവ്നെസ് ഓഫ് സ്ട്രാറ്റജി കനോട്ട് ബി നോൺ ഇൻ നിയർ ഫ്യൂച്ചർ. മൂന്നാമത്തേത് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ പ്ലാൻ ആണ്, നമുക്ക് നടപ്പിലാക്കേണ്ട ഒരു പ്ലാനാണ്, പ്രവർത്തനത്തിൽ എത്തിക്കേണ്ട ഒരു പ്ലാനാണ്. ആൻഡ് മോർ സ്പെസിഫിക് ദാൻ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവിനേക്കാളും ക്ലിയർ ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കണം. ദെൻ നാലാമത്തേത് ഇറ്റ് ഈസ് എ സിംഗിൾ യൂസ് പ്ലാൻ ആൻഡ് മെയ്ഡ് ഫോർ നോൺ റെപ്പറ്റേറ്റീവ് ആക്ടിവിറ്റീസ്. ഓക്കെ, എന്താ പറയുന്നത്? ഒരു സിംഗിൾ യൂസ് പ്ലാൻ ആണ്. നമുക്കിപ്പോ ഒരൊറ്റ തവണ അത് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ ശത്രുവിനെ തോൽപ്പിക്കണമെങ്കിൽ, അവർക്കെതിരെ വിജയം നേടണമെങ്കിൽ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ, മാക്സിമം പ്രോഫിറ്റ് നേടണമെങ്കിൽ, അപ്പൊ ഓരോന്നിനും ഓരോരോ പ്ലാൻ തയ്യാറാക്കണം. എല്ലാറ്റിനും ഒരേ പ്ലാനാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. നമുക്ക് എന്താണോ ലക്ഷ്യം നമുക്ക് നേടേണ്ടത്, ആ ലക്ഷ്യം നമുക്ക് നേടാൻ വേണ്ടി ഓരോന്നിനും പ്രത്യേകം പ്ലാൻ നമ്മൾ തയ്യാറാക്കണം. ഇപ്പൊ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ എങ്ങനെ നമുക്ക് അതിനെതിരെ ആ ലക്ഷ്യം നേടാൻ ഏതൊക്കെ സ്ട്രാറ്റജീസ് നമ്മൾ ഉപയോഗിക്കണം. ദെൻ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ തോൽപ്പിക്കണം, നമ്മുടെ എതിരാളികളെ തോൽപ്പിക്കണം, അവരുടെ മേൽ നമുക്ക് കൂടുതൽ വിജയം കണ്ടെത്താനായിട്ട് സാധിക്കണം. അതിന് വേറൊരു പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിരിക്കണം. കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യണം, അതിന് വേറൊരു പ്ലാൻ. അപ്പൊ ഇറ്റ് ഈസ് എ സിംഗിൾ യൂസ് പ്ലാൻ. ഓരോ പ്രശ്നത്തിനും ഓരോ പരിഹാരമാണ്. അതുകൊണ്ട് തന്നെ ഓരോ തന്ത്രങ്ങളും നമ്മൾ പ്രത്യേകം എന്താണ് പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതും. നോൺ റെപ്പറ്റേറ്റീവ് ആക്ടിവിറ്റീസ്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാത്ത ആക്ടിവിറ്റീസിനാണ് നമ്മൾ ഈ സ്ട്രാറ്റജീസ് ഉപയോഗപ്പെടുത്തുന്നത്. നമുക്ക് പറയാൻ പറ്റും സ്ട്രാറ്റജി ഈസ് എ സിംഗിൾ യൂസ് പ്ലാൻ. ഒറ്റ തവണ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അതേ പ്രശ്നം നമുക്ക് അത് ഉപയോഗപ്പെടുത്താൻ വേറെ മാറിയാണ് വരുന്നതെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജീസ് നമുക്കപ്പോ മാറ്റേണ്ടതായി വരും. സോ സ്ട്രാറ്റജി ഈസ് എ സിംഗിൾ യൂസ് പ്ലാൻ. Strategy is a single use plan for non-repetitive activities. വീണ്ടും എന്താണ് റിപ്പീറ്റ് ചെയ്യാത്ത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സിംഗിൾ യൂസ് പ്ലാൻ ആണ്. നമ്മൾ അപ്പോൾ ഉപയോഗിക്കും, പിന്നെ അതിനങ്ങ് കളയാം. അടുത്ത പ്രശ്നം വരും, അല്ലെങ്കിൽ അടുത്ത എന്താണ് നമ്മുടെ ലക്ഷ്യം, അതിനനുസരിച്ച് നമ്മൾ വേറെ സ്ട്രാറ്റജീസ് തയ്യാറാക്കും. സോ നമുക്ക് പറയാം സ്ട്രാറ്റജി ഈസ് എ സിംഗിൾ യൂസ് പ്ലാൻ. ദെൻ അഞ്ചാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫീച്ചേഴ്സ് ഓഫ് സ്ട്രാറ്റജി. അഞ്ചാമത്തേത് സ്ട്രാറ്റജീസ് ആർ ഫോർമുലേറ്റഡ് ബൈ ടോപ്പ് ലെവൽ മാനേജേഴ്സ്. ആരാ ഇത് കൃത്യമായി തയ്യാറാക്കുന്നത്? സ്ട്രാറ്റജീസ് തയ്യാറാക്കുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത് ആരാണ്? ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആണ് തയ്യാറാക്കുന്നത്. ഫോർമുലേറ്റഡ് ബൈ സ്ട്രാറ്റജീസ് ആർ ഫോർമുലേറ്റഡ് ബൈ ടോപ്പ് ലെവൽ മാനേജേഴ്സ്.
ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആണ് തയ്യാറാക്കുകയും ആൻഡ് പ്രൊവൈഡ്സ് എ ഗൈഡ് ഫോർ മിഡിൽ ആൻഡ് ലോവർ ലെവൽ മാനേജേഴ്സ് ടു മേക്ക് സബ് സ്ട്രാറ്റജീസ്. ഓരോ മിഡിൽ ലെവൽ മാനേജേഴ്സ് ആണെങ്കിലും ലോവർ ലെവൽ മാനേജേഴ്സും അവരുടെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള സബ് സ്ട്രാറ്റജീസ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ഗൈഡ് ലൈൻസും എന്ത് നൽകുന്നുണ്ട്, ഈ മെയിൻ സ്ട്രാറ്റജി നൽകുന്നുണ്ട്. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജേഴ്സ് കൃത്യമായ സ്ട്രാറ്റജീസ് തയ്യാറാക്കുന്നു. അതിനോടനുബന്ധിച്ചുള്ള മറ്റു തന്ത്രങ്ങൾ തയ്യാറാക്കേണ്ടത് ആരാണ്? മിഡിൽ ലെവൽ മാനേജേഴ്സും ലോവർ ലെവൽ മാനേജേഴ്സും അതിനാവശ്യമുള്ള നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. ഓക്കെ, 5 കഴിഞ്ഞു. ഒന്നാമത്തേത് ലോങ് ടേം ഇൻ നേച്ചർ ആണ്. ദെൻ ദ റിസൾട്ട് നമുക്ക് ഉടനെ തന്നെ നമുക്ക് ഇതിന്റെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നില്ല. രണ്ടാമത്തേത് ഇതൊരു ആക്ഷൻ പ്ലാൻ ആണ് ആൻഡ് മോർ സ്പെസിഫിക്കുമാണ്, ഏതിനേക്കാളും ഒബ്ജക്റ്റീവ്സിനെക്കാളും. ദെൻ നമ്മൾ പറഞ്ഞത് ഇറ്റ് ഈസ് എ സിംഗിൾ യൂസ് പ്ലാൻ. ഓക്കെ, നമ്മൾ പറഞ്ഞത് നാലാമത്തേത് ഇറ്റ് ഈസ് എ സിംഗിൾ യൂസ് പ്ലാൻ മെയ്ഡ് ഫോർ നോൺ റെപ്പറ്റേറ്റീവ് ആക്ടിവിറ്റീസ്. ദെൻ ഫിഫ്ത് വൺ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ഫോർമുലേറ്റഡ് ബൈ, ആരാത് തയ്യാറാക്കുന്നത്? ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആണ് ഇത് മെയിൻ സ്ട്രാറ്റജീസ് തയ്യാറാക്കുന്നത്. ദെൻ സബ് സ്ട്രാറ്റജീസ് തയ്യാറാക്കേണ്ടത് മിഡിൽ ലെവൽ മാനേജേഴ്സും ലോവർ ലെവൽ മാനേജേഴ്സും അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും നൽകാറുണ്ട്. ദെൻ ആറാമത്തേത് നമുക്ക് നോക്കാം, എന്താണ് സ്ട്രാറ്റജീസിന്റെ പ്രത്യേകത, സ്വഭാവം. ആറാമത്തേത് ദ സ്ട്രാറ്റജീസ് കോർഡിനേറ്റ് ഓർഗനൈസേഷൻസ് ഇന്റേണൽ എൻവയോൺമെന്റ് വിത്ത് ഇറ്റ്സ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ഒരു ബിസിനസ് സ്ഥാപനത്തിനകത്തുള്ള ചുറ്റുപാട് അല്ലെങ്കിൽ ആഭ്യന്തര ചുറ്റുപാട് ഏതുമായി ഏകോപിപ്പിക്കുന്നു? ബാഹ്യ ചുറ്റുപാടുമായിട്ട് ഏകോപിപ്പിക്കുന്നുണ്ട്. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഇന്റേണൽ എൻവയോൺമെന്റിനെയും എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെയും നമ്മൾ പരസ്പരം ഏകോപിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് സ്ട്രാറ്റജി. നമ്മൾ സ്ട്രാറ്റജീസ് തയ്യാറാക്കുന്നത് ബിസിനസ് സ്ഥാപനത്തിനകത്താണ്, പക്ഷെ അതിന്റെ എഫക്റ്റീവ്നെസ് വരുന്നത് എവിടെയാണ്? എക്സ്റ്റേണൽ എൻവയോൺമെന്റിനാണ്. അപ്പം എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ എന്ത് സംഭവിക്കണം? കസ്റ്റമേഴ്സിന് എങ്ങനെ വരണം? ദെൻ കോമ്പറ്റീറ്റേഴ്സിന് എങ്ങനെ നമുക്ക് തറപറ്റിക്കണം? ഇതൊക്കെയുള്ള എല്ലാ സ്ട്രാറ്റജീസും നമ്മൾ തയ്യാറാക്കുന്നത്, ഫോർമുലേറ്റ് ചെയ്യുന്നത് എവിടെ വെച്ചാണ്? ബിസിനസ് സ്ഥാപനത്തിനകത്താണ്. സോ സ്ട്രാറ്റജീസ് ആർ കോർഡിനേറ്റിംഗ് ഓർഗനൈസേഷൻസ് ഇന്റേണൽ എൻവയോൺമെന്റ് വിത്ത് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. എന്താണ്? കോർഡിനേറ്റ്സ്. Strategy coordinates organization's internal environment വിത്ത് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ഓക്കെ, ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഇന്റേണൽ എൻവയോൺമെന്റിനെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് ഏത്? സ്ട്രാറ്റജി. ഓക്കെ, ദെൻ ഏഴാമത്തേത് ഇറ്റ് അലോക്കേറ്റ്സ് ഓർഗനൈസേഷൻസ് റിസോഴ്സസ് ഫോർ ദെയർ ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ. ഞാൻ പറഞ്ഞു ബിസിനസ് സ്ഥാപനത്തിൽ പലതരം റിസോഴ്സ് ഉണ്ട്, അവ സ്കേഴ്സ് റിസോഴ്സുമാണ്. അത്തരം സ്കേഴ്സ് റിസോഴ്സസിനെ നമുക്ക് ഷോർട്ടേജ് അനുഭവപ്പെടുന്ന റിസോഴ്സിന് തന്നെ പരമാവധി ഉപയോഗപ്പെടുത്താം. അത് ഫിസിക്കൽ റിസോഴ്സസ് ആകാം, ഫിനാൻഷ്യൽ റിസോഴ്സസ് ആകാം, ഹ്യൂമൻ റിസോഴ്സസ് ആകാം. ആ ബിസിനസ് സ്ഥാപനത്തിന്റെ സ്കേഴ്സ് റിസോഴ്സസിനെ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക, ഓപ്റ്റിമം യൂട്ടിലൈസേഷന് വേണ്ടി കൃത്യമായി അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ സ്ട്രാറ്റജിയുടെ ഏഴാമത്തെ നേച്ചർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ദ സ്ട്രാറ്റജി അലോക്കേറ്റ്സ് ദ സ്കേഴ്സ് റിസോഴ്സസ് ഫോർ ദെയർ ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ. സ്കേഴ്സ് റിസോഴ്സിനെ കൃത്യമായിട്ട് അലോക്കേറ്റ്സ് സ്കേഴ്സ് റിസോഴ്സസ്, അലോക്കേറ്റ്സ് സ്കേഴ്സ് റിസോഴ്സസ് ഫോർ ദെയർ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ. ഓക്കെ, പരമാവധി ആ സ്കേഴ്സ് റിസോഴ്സസിനെ എന്ത് ചെയ്യണം? നമ്മുടെ സ്ഥാപനത്തിലുള്ള വിഭവങ്ങളെ പരമാവധി ബിസിനസ് സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക. എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ. നമുക്ക് 7 ആദ്യം നോക്കാം. ഒന്നാമത്തേത് ഞാൻ പറഞ്ഞു ലോങ് ടേം ഇൻ നേച്ചർ. രണ്ടാമത്തേത് റിസൾട്ട് നമുക്ക് ഉടനെ തന്നെ അറിയാനായിട്ട് സാധിക്കില്ല. മൂന്നാമത്തേത് ഇതൊരു ആക്ഷൻ പ്ലാൻ ആണ്, ഏതിനേക്കാളും സ്പെസിഫിക് ആണ്. ഒബ്ജക്റ്റീവ്സ് തയ്യാറാക്കുന്നതിനേക്കാളും സ്പെസിഫിക് ആയിട്ട് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ഇതൊരു സിംഗിൾ യൂസ് പ്ലാൻ ആണ്. ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആണ് ഇത് തയ്യാറാക്കുന്നത്. ദെൻ ഇത് ബിസിനസ് സ്ഥാപനത്തിന്റെ ഇന്റേണൽ എൻവയോൺമെന്റിന് എക്സ്റ്റേണൽ എൻവയോൺമെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. സ്ഥാപനത്തിന്റെ സ്കേഴ്സ് റിസോഴ്സിന് പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടി കൃത്യമായി അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് നോക്കാം എന്താണ് 8ാമത്തെ ഫീച്ചർ.
എട്ടാമത്തെ ഫീച്ചർ ഇറ്റ് എനേബിൾസ് ദ ഫേം ടു കോമ്പീറ്റ് വിത്ത് കോമ്പറ്റീറ്റേഴ്സ്. ബിസിനസ് സ്ഥാപനത്തിന് സജ്ജമാക്കുന്നത്, ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ട്. എന്ത് നമ്മൾ പ്രവർത്തിക്കണം, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ എതിരെ നമുക്ക് വിജയം വരിക്കണമെങ്കിൽ, കോമ്പറ്റീറ്റേഴ്സിനെ തറപറ്റിക്കണമെങ്കിൽ അതിന് സ്ഥാപനത്തിന് സജ്ജമാക്കുന്നു. ഏതാണ്? ശരിയായ രീതിയിൽ തയ്യാറാക്കിയ സ്ട്രാറ്റജീസ്. അപ്പം സ്ട്രാറ്റജി എനേബിൾസ് ദ ഫേം ടു കോമ്പീറ്റ് വിത്ത് കോമ്പറ്റീറ്റേഴ്സ്. അപ്പം കോമ്പറ്റീറ്റേഴ്സ് നമുക്ക് ശരിയായ രീതിയിൽ മത്സരിക്കണമെങ്കിൽ ഓക്കെ, അതിനാവശ്യമുള്ള സ്ട്രാറ്റജി തന്ത്രങ്ങൾ ആര് തയ്യാറാക്കുന്നുണ്ട്? നമ്മൾ ഈ സ്ട്രാറ്റജിയിൽ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ സ്ട്രാറ്റജി എനേബിൾസ് ദ ഫേം ടു കോമ്പീറ്റ് വിത്ത് കോമ്പറ്റീറ്റേഴ്സ്. എതിരാളികളുമായി മത്സരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കഴിവുണ്ടാക്കുന്നു. ഓക്കെ, നമുക്കൊരു ബലം ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. വിത്ത് കോമ്പറ്റീറ്റേഴ്സ്. Then last one, ഒമ്പതെണ്ണമുണ്ട്. ലാസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ പെർവേസീവ് ആൻഡ് റിക്വയർഡ് അറ്റ് ഈച്ച് ലെവൽ ഇൻ ഈച്ച് ഫങ്ഷണൽ ഏരിയ. ഇതൊരു പെർവേസീവ് ഫംഗ്ഷൻ ആണ്. എന്താണ് ഈ പെർവേസീവ് വെച്ചാൽ? എല്ലാ തലങ്ങളിലും വ്യാപിച്ച് കിടക്കുന്നതാണ്. എല്ലാ ലെവൽസിനും, അത് ടോപ്പ് ലെവൽ ആണെങ്കിലും ലോവർ ലെവൽ ആണെങ്കിലും മിഡിൽ ലെവൽ ആണെങ്കിലും എല്ലാ തലങ്ങളിലും നമുക്ക് എന്ത് ആവശ്യമാണ്? ഈ സ്ട്രാറ്റജീസ് നമുക്ക് തയ്യാറാക്കണം. അതിന് എല്ലാ ഏരിയയിലും, അത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ദെൻ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഓരോ ഫങ്ഷണൽ ഏരിയയിലും അവരുടേതായിട്ടുള്ള സ്ട്രാറ്റജീസ് അവർക്ക് വേണം. അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് പെർവേസീവ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എല്ലാ സ്ഥലങ്ങളിലും വ്യാപിച്ച് കിടക്കുന്ന ഒരു ഏരിയയാണ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രാറ്റജി ഈസ് എ പെർവേസീവ് ആൻഡ് റിക്വയർഡ് അറ്റ് ഈച്ച് ലെവൽ ഇൻ ഈച്ച് ഫങ്ഷണൽ ഏരിയ. ഓരോ ഫങ്ഷണൽ ഏരിയ, ഞാൻ നേരത്തെ പറഞ്ഞ ഫങ്ഷണൽ ഏരിയസ് ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ, പർച്ചേസ്, ഫിനാൻഷ്യൽ, മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സസ് ഏരിയ, പേഴ്സണൽ ഏരിയ. അപ്പൊ അവിടെ എല്ലാം തന്നെ നമുക്ക് എന്ത് ആവശ്യമാണ്? സ്ട്രാറ്റജീസ് ആവശ്യമാണ്. ഇത്രയുമാണ് പ്രധാനമായിട്ടും ഫീച്ചേഴ്സ് ഓഫ് സ്ട്രാറ്റജി. സ്ട്രാറ്റജി തന്ത്രങ്ങളുടെ പ്രത്യേകതകളും. ഒന്നാമത്തേത് ലോങ് ടേം ഇൻ നേച്ചർ, രണ്ടാമത്തേത് ഇതിന്റെ എഫക്റ്റീവ്നെസ്, ഇതിന്റെ ഫലം നമുക്ക് ഉടനെ അറിയാനായിട്ട് സാധിക്കില്ല. ഇതൊരു ആക്ഷൻ പ്ലാൻ ആണ്, സ്പെസിഫിക്കുമാണ് ഒബ്ജക്റ്റീവ്സിനെക്കാളും. ദെൻ സിംഗിൾ യൂസ് പ്ലാന് മെയ്ഡ് ഫോർ നോൺ റെപ്പറ്റേറ്റീവ് ആക്ടിവിറ്റീസ്. ഇത് ആരാ തയ്യാറാക്കുന്നത്? ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആണ് ഇത് തയ്യാറാക്കുന്നത്. ആൻഡ് ഓൾസോ ദേ ആർ ഗിവിംഗ് ഗൈഡ് ഫോർ മേക്കിംഗ് സബ് സ്ട്രാറ്റജീസ്. ഓക്കെ, ദെൻ അടുത്ത് പറയണത് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യുന്നു? ഇന്റേണൽ എൻവയോൺമെന്റും എക്സ്റ്റേണൽ എൻവയോൺമെന്റും തമ്മിൽ ഏകോപിപ്പിക്കാൻ വേണ്ടി സ്ട്രാറ്റജീസ് തയ്യാറാക്കുന്നുണ്ട്. ദെൻ നമ്മുടെ സ്ഥാപനത്തിന്റെ സ്കേഴ്സ് റിസോഴ്സസിനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ, യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശരിയായ രീതിയിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ എട്ടാമത്തേത് എനേബിൾസ് ദ ഫേം ടു കോമ്പീറ്റ് വിത്ത് കോമ്പറ്റീറ്റേഴ്സ്. എതിരാളികളുമായി മത്സരിക്കുന്നതിന് സ്ഥാപനത്തിനെ സജ്ജമാക്കി എടുക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ, ഇറ്റ് ഈസ് പെർവേസീവ്. ഇതെന്താണ്? എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ ലെവൽസിലും എല്ലാ തലങ്ങളിലും നമുക്ക് എന്ത് ആവശ്യമാണ്? സ്ഥാപനത്തിലെ സ്ട്രാറ്റജീസ് ആവശ്യമാണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് നമ്മുടെ റീസെന്റ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെന്റ്. ബിസിനസ് സ്ഥാപനത്തിൽ ഞാൻ പറഞ്ഞു പല മാറ്റങ്ങൾ വരുന്നുണ്ട്. അവയെല്ലാം കൃത്യമായി നമുക്ക് എന്താണ് വ്യത്യാസങ്ങൾ വരുന്ന ചുറ്റുപാടുകൾക്കനുസരിച്ച് നമ്മുടെ ബിസിനസ് സ്ഥാപനം മാറണമെങ്കിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ ബിസിനസ് സ്ഥാപനത്തിന് അകത്ത് വരുന്നു. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്? അതിലൊന്നാമത്തെയാണ് നമ്മൾ നോക്കിയത് സ്ട്രാറ്റജി. ഓക്കെ, ഓരോ ബിസിനസ് സ്ഥാപനം അവരുടേതായ തന്ത്രങ്ങള് എന്താണ് തയ്യാറാക്കുന്നുണ്ട്. എന്താണ് സ്ട്രാറ്റജി, ദെൻ ഡെഫിനിഷൻ എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റുമായി കാണാം. ഓക്കെ, നന്നായിട്ട് മനസ്സിലാക്കി എടുക്കുക, ആവശ്യമുള്ള നോട്ട്സ് തയ്യാറാക്കി എടുക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.